അടികൾ പലവിധം, അതായത് സ്റ്റേഷനിലെ അടി, പൂജയിലെ അടി, ടെററിസ്റ്റ് ക്യാമ്പിലെ അടി, പിന്നെ അതിന്റെയൊക്കെ തിരിച്ചടിയും. അപ്പൊ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമുക്ക് കാണാം ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ഷൻ മൂവി ഓഫ് ഓൾ ടൈം, ഉസ്താദ് ഭഗത് സിംഗ്. അഭിനയിച്ചിരിക്കുന്നത് ബൈ ഇന്ത്യയിലെ കിയാനു റീവ്സ് എന്നറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ പവൻ കല്യാൺ. അപ്പൊ ലോകത്തുള്ള എല്ലാ ആക്ഷൻ പടവും പോലെ ഇതും തുടങ്ങുന്നത് നായകന്റെ ഇൻട്രോ സീൻ പ്ലസ് ഫൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഇൻട്രോ ഫൈറ്റിന് വേണ്ടി നമ്മുടെ വ്യത്യസ്തമായ പരിപാടി എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വില്ലന്മാര് ഒരു സത്യസന്ധനായ നിർഗുണ പോലീസ് ഓഫീസറിനെ ചുമ്മാ പിടിച്ചങ്ങ് ഇടിക്കും. അപ്പം നമ്മുടെ പവൻ കല്യാൺകാര് വന്ന് പുള്ളിയെ രക്ഷിക്കണം. ആഹാ, നല്ല ഫ്രഷ് ഇൻട്രോ കോൺസെപ്റ്റ്. സത്യസന്ധന അടിയും കിട്ടി. അപ്പൊ ഇതുവരെ ഓക്കെ. ഇനിയിപ്പോ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സിൽ ആരെയും കാരുവിനെ ഫോൺ വിളിക്കും. സ്വാഭാവികം. ഇനിയിപ്പോ അടുത്തത് അറിയാലോ, സത്യസന്ധനെ ഗാരു വന്ന് രക്ഷിക്കും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, ശരിയല്ലേ ഗാരു? അല്ല, അത് പിന്നെ പട്ടിയാക്കിയല്ലോടാ സത്യസന്ധനെ. ഇയാൾ ഇന്ന് തന്നെ വരും അവിടെ. ഇടുക്കിയിൽ കോള് കണക്ട് ആയി. ഇനിയാണ് മക്കളെ പരിപാടി. ഹലോ ഉസ്താദ് ഭായ്. ഹലോ ഹലോ. നിരയിൽ ചുരുൾമുടിയിൽ പുതുകുറിഞ്ഞു. ഇതേടാ അടുത്തത് കുതിര. അങ്ങനെ 2-3 മണിക്കൂറൊക്കെ എടുത്ത് ഈ പാവം മനുഷ്യനെ ആനിമൽ കിങ്ഡത്തിലെ മിക്ക മൃഗങ്ങളും ആക്കിയതിനു ശേഷം ഒരു ഫാൻസി ഡ്രസ് കൗബോയ് സ്യൂട്ടൊക്കെ ഇട്ട് നമ്മുടെ കോമാളി വരും രക്ഷിക്കാനായിട്ട്. അങ്ങനെ വന്നിട്ടാണ് അരമണിക്കൂർ അവിടെ നിന്നുള്ള ഷോ ഓഫ് ആയി. ഇത്രയും വലിയ കോസ്റ്റ്യൂമൊക്കെ വലിച്ചു കയറ്റിയതല്ലേ, ഇത് ആരയിലൊക്കെ കാണിക്കണ്ടേ? അയ്യോ, ഇനി ഡിനോസർ കൂടി ആ മനുഷ്യനെ ആക്കാനുള്ളൂ. ഗാരു, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, അയാളെങ്ങ് കൊന്നേക്ക്. ഇങ്ങനെയെങ്കിൽ ആ ട്രോമ തീരട്ടെ. വയലൻസിന്റെ അർത്ഥം അറിയാതെ നിങ്ങളെല്ലാവരും ഒരു ഫാഷൻ ആക്കിയിരിക്കുകയാണല്ലേ. അതിന്റെ ഇടക്ക് വയലൻസിന്റെ ക്ലാസ്സും തുടങ്ങിയ ആ പാവം മനുഷ്യനെ ഒന്ന് രക്ഷിച്ച് അയാൾക്ക് ഷർട്ടും പാന്റൊക്കെ നൂരി വാങ്ങിച്ചു കൊടുറേ. ഭാവം, ആവശ്യം എല്ലാം ഞാൻ പറഞ്ഞുതരാം. പറയാൻ ഞാൻ അല്ലേ, ഇതെന്ത് ഓരോ ഭ്രാന്തന്മാര്. ബൈ ദ വേ, എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഗാരു ഈ ഗുണ്ടകളൊക്കെ അടിച്ചിട്ടിട്ട് പുള്ളിക്കാരനെ രക്ഷിക്കും കേട്ടോ. പക്ഷേ ഗാരുവിന് ഈ ഫൈറ്റിൽ നേരത്തെ എത്താൻ പറ്റിയില്ല. അത് ഇടുക്കിയിലായിരുന്നോണ്ടായിരുന്നു. സോ ദാറ്റ്സ് ആക്സെപ്റ്റബിൾ. അല്ല, അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇനിയൊരു അടി ഉണ്ടെങ്കിൽ ഗാരു നേരത്തെ തന്നെ എത്തും. നല്ല പൂജാ ബീജം വിട്ട് തന്നെ പൂജാരികൾ അടിക്കുന്നോടെ. പക്ഷെ നോ വറീസ്, ഗാരു ഇപ്പൊ തന്നെ വരും. അല്ലേ ഗാരു? അല്ലേ? പേടിപ്പിച്ച് മന്ത്രം വരെ ചൊല്ലിപ്പിച്ച് കളഞ്ഞു. പതിവ് പോലെ ഇന്നും ഗാരു നേരത്തെ ആണല്ലോ. ഇയാളൊന്ന് നിർത്തി പോടേ കോമാളി. മറ്റേ മനുഷ്യൻ അവിടെ ഹോമം വരെ നടത്തി കഴിഞ്ഞു. അങ്ങനെ എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അവസാനം ഇയാൾ ഗുണ്ടകളൊക്കെ അടിച്ചിട്ടിട്ട് ആ പൂജാരിനെ അങ്ങ് രക്ഷിക്കോടെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഫൈറ്റിലേക്ക് പോവാണെങ്കിൽ, ഇതില് ഫൈറ്റ് മാത്രമേ ഉള്ളൂടെ? അല്ല, വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്ത് പരിപാടി? കേക്കട്ടെ. അല്ല, അത് പിന്നെ അതായത് വേണ്ടായിരുന്നു. അതെ, ഈ ആൾക്കാരെ രക്ഷിക്കുന്നതിന്റെ ഒക്കെ ഇടയിൽ ഗാരുവിന് ഒരു ലവ് ലൈഫ് കൂടെ ഉണ്ടായിരുന്നു. എന്റെ ലീല വല്ലാത്തൊരു ലീലയല്ലേ. എക്സ്പ്രഷൻ തുടങ്ങി. എനിവേ, ഗാരു ഒരു ഭാഗത്ത് റഫ് ആൻഡ് ടഫ് ആണെങ്കിൽ ലീല ഒരു ഭാഗത്ത് ഇതാണ്. അയ്യോ, ആരും പേടിക്കണ്ട, ഇതൊന്നും പറ്റിയതല്ല. ഇത് ലീലക്ക് ഗാരുവിനോട് ഇഷ്ടം തോന്നിയതാണ്. അതെ, ഗാരുവിനോട് എപ്പോ ഇഷ്ടം തോന്നുമ്പോഴും പുള്ളിക്കാരിക്ക് തലവേദന എടുക്കും. ഇയാളെയൊക്കെയല്ലേ പ്രേമിക്കുന്നത്, തലവേദന എടുത്തില്ലെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ശ്രീലീലക്ക് ഗാരുവിനോട് മാത്രമല്ല ഇഷ്ടം. ശ്രീലീലക്ക് ഗാരുവിനോട് മാത്രമല്ല, ഗാരുവിന് ശ്രീലീലയോട് തിരിച്ചും ഇഷ്ടമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇയാൾക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല. ഇയാൾക്ക് ശ്രീലീലയോട് ഇഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇയാൾ എന്തൊക്കെയോ കാണിക്കും. ഈ പൊട്ട് കയ്യിലുള്ളതിനേക്കാൾ നെറ്റിയിൽ വെക്കുന്നത് നല്ലത്. എടുത്തോ നീ, കാണിക്കൊന്നും വേണ്ട. ബ്യൂട്ടിഫുൾ. പാവം, തലക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഈ വഴിയൊന്നും തന്നെ കൊണ്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയ ഗാരു ലോകത്തിൽ തന്നെ വളരെ ഒരു വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുക്കും.
ദ കൺഫ്യൂഷൻ ടാക്ടിക്സ്. നിന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ പുള്ളി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് വിഷമത്തിലാ. അതെ ലീല, നമ്മുടെ കല്യാണം കഴിഞ്ഞ മുത്തശ്ശൻ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കില്ലേ? ഓ, ലീലയെ നമുക്കിവിടെ കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും കുണച്ച രീതിയിലൊക്കെ പ്രപ്പോസ് ചെയ്ത ആരായാലും കരഞ്ഞു പോകും. അതേന്നേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ മുത്തശ്ശന്റെ അങ്ങനെ എന്തായാലും ഈ മഹത്തായ കൺഫ്യൂഷൻ ടാക്ടിക്സ് വർക്കാവും ആൻഡ് ഇവര് തമ്മിൽ കടുത്ത പ്രേമത്തിലും ആവും. എനിവേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഗാരു ഈ മഹത്തായ കൺഫ്യൂഷൻ ടാക്ടിക്സ് ഉപയോഗിച്ചത് ശ്രീലീലയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ മാത്രമല്ല, അതായത് കുറച്ചു കാലം മുമ്പായിട്ട് ഗാരുവിനെയും പുള്ളിയുടെ ഫ്രണ്ടിനെയും ഒരു 10-100 പാകിസ്ഥാനി ടെററിസ്റ്റുകൾ ഒറ്റക്കിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരൻ ഉപയോഗിച്ചത് ഇതേ ടാക്ടിക്സ് തന്നെയാണ്. പക്ഷേ പാർട്ടി എന്ന പേരിൽ നിന്നേക്ക് കാട്ടിനുള്ളിൽ എത്തിച്ചതേ ഈ ഉസ്താദാ. ഇതെന്ത് കിണ്ടി, നമ്മൾ പ്ലാനറ്റല്ലേ ഇയാളെ പൂട്ടാൻ വന്നേ. പക്ഷേ ഉസ്താദാടാ നിന്നേക്ക് എല്ലാത്തിനും ഹോൾസെയിൽ ആയിട്ട് വെയിറ്റ് ചെയ്ത്. ഉസ്താദ്, നിങ്ങളുടെ വിശ്വരൂപം കണ്ടിട്ട് കുറെ നാളായി. ഒന്ന് ചുമ്മാ ഇരിയടേ. അങ്ങനെ ടെററിസ്റ്റുകളൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉസ്താദ് തുടങ്ങും വെടിവെപ്പ്. ആൻഡ് എപ്പോഴത്തെയും പോലെ തന്നെ ഗാരുവിന്റെ വെടി 100 ടെററിസ്റ്റുകൾക്കും കൊള്ളും. ആൻഡ് ഈ 100 ടെററിസ്റ്റുകളുടെ വെടി ഗാരുവിന്റെ അടുത്തൂടെ പോലും പോകില്ല. അങ്ങനെ ഏതായാലും പാകിസ്ഥാനി ടെററിസ്റ്റുകളെ മൊത്തം തട്ടി ടെററിസ്റ്റ് സംഘത്തിൽ നിന്ന് ചായ വരെ കുടിച്ചിട്ടാണ് നമ്മുടെ ഗാരു പോകുന്നത്. ആവശ്യമില്ലാത്ത ഫോർമാലിറ്റീസ് എന്തിനാ? ഒരു ചായ കൂടെ. എന്തൊരു രാജ്യസ്നേഹിയാണ് ഗാരു. ഭാരത് മാതാ കീ ബോലോ, ഭാരത് മാതാ കീ. അരേ ഭാരത് മാതാ. ബൈ ദ വേ, ഈ യൂണിവേഴ്സിൽ ഇങ്ങനെ വെടിവെട്ടിക്കുന്നതിനൊന്നും പ്രശ്നമില്ലെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ല. കാരണം ശ്രീലീല വരെ ഇടക്ക് ചുമ്മാ ഗാരുവിന്റെ തോക്കൊക്കെ എടുത്തങ്ങ് വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് റൊമാൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ വില്ലൻ ചാപ്റ്ററിലേക്ക് എത്തുന്നത്. എന്റെ പേര് CM നല്ല നാഗപ്പ എന്ന് വെച്ചാല് ഉഗ്രവേഷമുള്ള നല്ല നാഗപ്പ. നല്ല കൊണച്ച പേര്. ഇനി ബാക്കി പറ സാർ. മുഖ്യമന്ത്രിയെ കല്യാണത്തിന് ഞാൻ കൊല്ലാൻ ശ്രമിച്ചു. അതുപോട്ടെ, ഇന്നലെ താൽക്കാലിക മുഖ്യമന്ത്രിയെ, അതായത് നിന്റെ അച്ഛന്റെ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. അത് പറയുന്ന അയാളുടെ ഒരു സ്പിരിറ്റ് കണ്ടില്ലേ. ഇങ്ങേര് തന്നെ മെയിൻ വില്ലൻ. ആൻഡ് നമ്മുടെ മെയിൻ വില്ലനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഏറ്റവും വലിയ അംബീഷനാണ് ഒരു മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്. ആൻഡ് അതിനുവേണ്ടി പുള്ളിക്കാരൻ എന്തും ചെയ്യും. അതെ, എന്തും. കൈരേഖയെല്ലാം ഒരു റേഞ്ചിലാണെങ്കിലും ഇത് മാത്രം ഒരു അര അകലത്തിൽ നിന്നുപോയി. അതുകൊണ്ടാണ് നിങ്ങൾ CM ആവാത്തത്. I may not have a brain, gentlemen, but I have an idea. ഇനി CM ആവുമല്ലോ അല്ലേ? അതെ സാർ. എന്തായാലും അങ്ങ് തലയിലെടുത്ത് മോശമാണെന്നും പറയുന്നത് കാര്യമായി. അങ്ങനെ ഇതിന്റെയൊക്കെ ഇടക്ക് നമ്മുടെ പവൻ കല്യാൺകാർ പോയിട്ട് അഫ്കോഴ്സ് അടുത്ത അടി തുടങ്ങും. ഇയാൾക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഒരു വ്യത്യാസം എന്താ വെച്ചാൽ പുള്ളി അടി തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ മെയിൻ മണ്ടന്റെ മോനുമായിട്ടാണ്. എന്റെ അച്ഛൻ വേറെ, ഈ നല്ല സീനു. അങ്ങനെ ഇവൻ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാതെ ഇയാളുടെ മോനാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഹൈലി ഇന്റലക്ച്വലായ ഗാരു അടിയൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ച് പുള്ളിക്ക് കുറച്ച് അറിവ് പകർന്നു കൊടുക്കാന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ഇന്റലിജന്റ് ആയ മനുഷ്യൻ. ഞാൻ പഠിച്ച ഫിസിക്സ് പ്രകാരം എല്ലാ വസ്തുക്കൾക്കും ഒരു സ്വഭാവമുണ്ട്. ഇരുമ്പ് ദൃഢമായിരിക്കും എന്നെ പോലെ. അതിന്റെ ഇടയിൽ കൂടെ അയാള് മോന്ത പൊളിയും. പിന്നെ ഈ കണ്ണാടി, ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ പക്ഷെ അടിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അതൊക്കെ വിട്ട് കണ്ണാടിയുടെ പ്രത്യേകത പറ. ഒരറിവും ചെറുതല്ലല്ലോ. കണ്ണാടി പൊട്ടിക്കഴിയുമ്പോ അതിന് മൂർച്ചയുള്ളതാവും. ഇതാണോടെ പ്രത്യേകത. അവന്റെ മറ്റേടത്തെ ഫിസിക്സ് ക്ലാസ് അതെ, മറക്കാൻ ചാൻസ് ഇല്ല. ഇത്രയും മികച്ച എഡ്യൂക്കേഷൻ ഒക്കെ തന്നതല്ലേ. നന്നായി നീ ഓർത്തു വെച്ചോ. എന്തോർത്തു വെക്കാൻ? കണ്ണാടി ചെറുതാണെങ്കിലും അതൊരു സൈന്യമാണ്. കണ്ണിപ്പെടാത്ത സൈന്യം. കണ്ണാടിയുടെ ഡോക്യുമെന്ററിയും കണ്ട് കെട്ടിയെടുത്തോളൂ ഓരോരുത്തന്മാര്. അങ്ങനെ ഈ ഇന്റലക്ച്വൽ ഫൈറ്റ് കഴിഞ്ഞ ശേഷം, ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ റൊമാൻസ് ആണ്. അങ്ങനെ റൊമാൻസിലേക്ക് വരികയാണെങ്കിൽ ഗാരു ശ്രീലീലയെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രീലീലയുടെ മുത്തശ്ശനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അതായത് ഇവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. ഐ മീൻ ശ്രീലീലയും ഗാരുവും തമ്മിൽ. അങ്ങനെ എനിവേ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഇപ്പൊ രണ്ടുപേരും കൂടെ കല്യാണത്തിന് മുന്നേ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആടേശല്ല ഗാരു, ഇത് വേറെ. പക്ഷെ ആടേശ് വിളിക്കണം ഇയാളെയൊക്കെ. അത് വിട്, സോറി ഗാരു. എന്തായാലും പിന്നെ അതിനുശേഷം എല്ലാ പോഡ്കാസ്റ്റും പോലെ ഇവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കും. നോക്കിക്കേ, ഇതിന്റെ ലുക്ക് നോക്കിക്കേ, ഇതിന്റെ ഷേപ്പ് നോക്കിക്കേ. ഇതിന് ആരാ പ്രണയിക്കാത്തെ? നല്ല കാര്യം. ഇന്നലെ കണ്ടത് തോക്കിന്റെ ഡോക്യുമെന്ററി ആണെന്ന് തോന്നുന്നു. ബൈ ദ വേ, നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഷേപ്പ് നോക്കിക്കേ. എന്റെ പൊന്നു കാര്യം, ഒരു ഗണ്ണിനെ പോലും വെറുതെ വിടരുത്.
അങ്ങനെ ഇനി ഇവരുടെ കല്യാണമൊക്കെ നടക്കാൻ പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ മെയിൻ വില്ലൻ വന്നിട്ട് പറയും, എന്നെ സ്നേഹിക്കുന്നവരെ ആരാധിക്കുന്നവരെ എല്ലാവരെയും തീർത്ത് കളയും. ആൻഡ് ഇതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ പൂവൻ ഗാരി പറയും, എന്നെ ഇഷ്ടപ്പെടുന്നവരെയും ആരാധകരെയും പൊക്കുവന്നോ? അത് എത്ര പേരുണ്ടെന്ന് അറിയാവോ നിനക്ക്? അല്ല ഈ ഡയലോഗ് ഞാൻ എവിടോ എത്ര പേരുണ്ടെന്ന് അറിയാവോന്ന്? കണക്ക് കൂട്ടാനായിട്ട് നിന്റെ ഈ ജന്മം പോരാ, എന്നിട്ട് നീ അവരെ പൊക്കുവന്നോ? ഏതോ ഒരു CM അങ്ങണ്ട് പറഞ്ഞ ഡയലോഗ് പോലെ ഉണ്ട്. അല്ല ബൈ ദ വേ അങ്ങേര് ഇഷ്ടപ്പെടുന്നവരൊക്കെ കൊല്ലുന്ന് ഉദ്ദേശിച്ചത് അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗാരു. ട്രൈ ചെയ്യ. അല്ല എന്നാലും വില്ലൻ ഉദ്ദേശിച്ചത് ട്രൈ ചെയ്തോ? ഓക്കെ ഇയാളെന്ത് പണ്ടാരയിലും കാണിക്കും. ചെയ്യ. അങ്ങനെ വില്ലൻ എന്തായാലും ഗാരുവിന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ ട്രൈ ചെയ്യും. അപ്പൊ അമ്മ ക്ലോസ്ഡ്. അടുത്തത് ഭാര്യ ക്ലോസ്ഡ്. അല്ല ബൈ ദ വേ ഇത് ഭാര്യയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം താലി കെട്ടിയിട്ടില്ലല്ലോ. കെട്ടിയാ ഇനി ഇതാകപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ ഫോർ എ DRS റിവ്യൂ. And there is a review. Here it is. That's a fair delivery. നമസ്കാരം. ജോഡി പൊരുത്തം അസലായിട്ടുണ്ട്. അതെ നല്ല അസല് ജോഡിപ്പൊരുത്തം കാണാൻ വന്നവരൊരു തട്ടിപ്പോയി. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴാണ് ഒരാളുടെ എൻട്രി. ദീർഘായുഷ്മാൻ ഭവ. നിന്റെ ഗുഡ് ലക്ക് എന്തെന്നാൽ ഒരു ബുള്ളറ്റ് പോലും നിന്റെ ദേഹത്ത് പതിഞ്ഞില്ല. പതിയരുതെന്ന് ഞാൻ പറഞ്ഞു. ബുള്ളറ്റ് കൊണ്ടാൽ 10 സെക്കൻഡ് ചത്തേനെ. ഇഞ്ചിഞ്ചായി നീ ചാവണം. ഇതേ സമയം റിലേ പോയിരിക്കുന്ന പാവം കാര്യമാണെങ്കിൽ അങ്ങ് വെടിയും തുടങ്ങും. ബൈ ദ വേ ഇതല്ലേടെ അങ്ങേര് നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നവരൊക്കെ കൊന്നുകളയുന്നു. അപ്പൊ അവന്റെ 4 3 7 ഫാൻസിന്റെ കഥ. എന്നെ ഇഷ്ടപ്പെടുന്നവരെയും ആരാധകരെയും പൊക്കുവന്നോ? അങ്ങനെ ഇനി റിലേ പോയിരിക്കുന്ന ഗാരു നേരെ മെയിൻ വില്ലന്റെ ആൾക്കാരൊക്കെ അങ്ങ് തട്ടാൻ പോകും. അപ്പോഴാണെങ്കിൽ വില്ലന്റെ ആൾക്കാർ ഗാരുവിന് അവരുടെ പ്ലാൻസ് ഒക്കെ ചുമ്മാ അങ്ങ് വിളമ്പി കൊടുക്കും. ഞങ്ങളുടെ രണ്ടുപേരുടെയും മിഷൻ ഒന്ന് തന്നെയാണ്, ഡെമോഗ്രാഫിക്കൽ ചേഞ്ച്. ഓരോ വർഷവും അയൽ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ നാട് കടത്തിക്കൊണ്ട് കുടിയേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ വീണ്ടും CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഓരോരുത്തരെയും ആക്ടിവേറ്റ് ചെയ്യാൻ പോവാ. ഡോറ പോലും ഇങ്ങനെയൊന്നും പ്ലാന് പറയൂല. വെൽഡൺ ടെററിസ്റ്റുകളെ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഈ പ്ലാനൊക്കെ മനസ്സിലാക്കിയ ഗാരു വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മെയിൻ വില്ലനെ തട്ടും. എന്നിട്ട് ഈ പടവും അവസാനിപ്പിക്കും. നല്ല മാസമായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ ഗാരു. എത്ര മെയിൻ വില്ലൻസിനെ കൊന്ന്? 1 ഇയാളുടെ കൂടെയുള്ള എത്ര ആൾക്കാർ മരിച്ച്? 2 അപ്പൊ മാസമൊന്നും കുറക്കണ്ട, മാസമായിട്ട് തന്നെ നടന്നോ. അപ്പൊ എന്തായാലും ശരി, ഇനി ഏതെങ്കിലും സിനിമയിലൊക്കെ വെച്ച് കാണാൻ ഗാരു.